ഓം ജൂം സ ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയ മാ മൃതാത്. ഓം ഓം ജൂം സ ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയ മാ മൃതാത്. ഓം ഓം ജൂം സ ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയ മാ മൃതാത്. ഓം. ഈ മന്ത്രത്തിൽ ബീജമന്ത്രമായിട്ട് ഓം ജൂം സ എന്ന് ചേർത്തിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും ഈ കണ്ണ് കെട്ടുക എന്നൊക്കെ പറയില്ലേ, ദൃഷ്ടിബാധ, മറ്റ് പ്രാക്ക്, ചെയ്വന, ആഭിചാരം, ഇതൊക്കെ ഉണ്ടോ എന്നുള്ളതല്ല നമ്മളുടെ പ്രശ്നം. ഇതുമൂലമൊക്കെ ആണ് എന്ന് സംശയിക്കുന്ന പല പല പ്രശ്നങ്ങളും നമുക്കുണ്ടാകാറുണ്ട്. നിരന്തരമുള്ള തടസ്സങ്ങൾ, നിത്യരോഗാകുലത. ക്ലിനിക്കലി ടെസ്റ്റ് ചെയ്യുമ്പോൾ അസുഖമൊന്നുമില്ല, പക്ഷെ നമ്മൾ അസുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുപോലെ തന്നെ ഉള്ള ഒരവസ്ഥയാണ് എത്ര അധ്വാനിച്ചാലും അതിൻ്റെ ഫലം കാണാതിരിക്കുക എന്നുള്ളത്. നന്നായിട്ട് തലയും കൊത്തി നിന്ന് പഠിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള പ്രവൃത്തികൾക്ക് ശേഷവും നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് ഉണ്ടാകാതിരിക്കുക, ചെറിയ ശതമാനത്തിൻ്റെ വ്യത്യാസത്തിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറന്തള്ളപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങൾക്ക് ഉള്ള ഒരു ഉപശാന്തിക്കായിട്ട് ഈ മന്ത്രം ജപിക്കാം. ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് രാവിലെ പകല് മാത്രം, പകലെന്ന് പറഞ്ഞാലും പോരാ, സൂര്യൻ്റെ ചായ്വ് തുടങ്ങുന്നതിന് മുമ്പ്, ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ജപിക്കണം. സന്ധ്യയ്ക്കും രാത്രിയൊന്നും ഈ മന്ത്രം ജപിച്ചുകൂടാ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കഴിയുന്നത് രാവിലെ എഴുന്നേറ്റാലുടൻ തന്നെ ഈ മന്ത്രം ജപിക്കാൻ ശ്രമിക്കുക. അസുഖങ്ങൾ മാറാനും മറ്റ് പല ഇതിനും, തടസ്സങ്ങൾ മാറുന്നതിനും ഒക്കെ ഇത് ഫലപ്രദമാണ് എന്ന അനുഭവമുണ്ട്. അപ്പം നമുക്ക് ഇത് ജപിച്ചു തുടങ്ങാം. രാവിലെ എഴുന്നേറ്റാലുടനെ 18 പ്രാവശ്യം ജപിക്കാൻ എല്ലാവർക്കും സാധിക്കും. എന്നാൽ കുറച്ചും കൂടെ സംഖ്യ കൂട്ടി ജപിക്കുന്നതാണ് കൂടുതലും നല്ലത്. അതൊരു മണ്ഡല സംഖ്യയിലേക്ക് 41 കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് നോക്കണം. 41 പ്രാവശ്യം ജപിക്കുന്നു ആദ്യം. പിന്നെ ഈ 41 പ്രാവശ്യം വീതം ഉച്ചയ്ക്ക് മുമ്പ് പല പ്രാവശ്യമായിട്ട് ജപിക്കാമല്ലോ. എന്നാലും 41 ഒതുക്കണ്ട. നമുക്ക് ഒറ്റ സ്ട്രെച്ചിന് 108 പ്രാവശ്യം 108 ഉരു മന്ത്രം ജപിക്കാൻ സാധിക്കുമോ എന്നാണ് ചിന്തിക്കേണ്ടത്. ഇത് നമുക്ക് ചില പ്രത്യേക സിദ്ധികളും ഒക്കെ വന്നു ചേരും. അങ്ങനെ എന്തെങ്കിലും വിശേഷ അനുഭവങ്ങളുണ്ടെങ്കിൽ നമ്മളത് അറിയിക്കുക, കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഫോൺ വഴിയോ ഒക്കെ അറിയിക്കാമല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ല ജീവിതവും തടസ്സങ്ങളില്ലാത്ത ജീവിതവും അഭീഷ്ടകാര്യസിദ്ധിയും ഒക്കെ ആശംസിക്കുന്നു. എപ്പോഴും നന്മ സംഭവിക്കട്ടെ.